Hello all, this is Anuja and you're watching Essence of Science and ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വണ്ണം കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഡയറ്റ് ഒക്കെ നോക്കി വെക്കാം. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മിക്ക ആൾക്കാരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഡയറ്റിംഗ് മെത്തേഡ് തന്നെയായിരിക്കും. ബട്ട് ഇതിന്റെ പേരൊക്കെ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ ഡയറ്റും ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദി എൻഡ് അവസാനം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഏത് ഡയറ്റ് ആണോ വണ്ണം കുറയ്ക്കാൻ ഫോളോ ചെയ്യേണ്ടത്, ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആ ഡയറ്റ് ഏതാണെന്നും പറയുന്നതായിരിക്കും. അപ്പൊ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഫസ്റ്റ് ഡയറ്റിംഗ് തന്നെയാണ് കീറ്റോ ഡയറ്റിംഗ്. ഇത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. സോ ഈ ഡയറ്റിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോ കാർബ് ആൻഡ് ഹൈ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ വളരെ കുറവും ഫാറ്റും പ്രോട്ടീനായിരുന്നു വളരെ കൂടുതൽ. ആൻഡ് ഈ കാർബ്, വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവ് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇത് കോസ് ചെയ്യുന്നു. ഒരു ഷോർട്ട് ടേം നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഡയറ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ബട്ട് ലോങ് ടേം നോക്കുമ്പോൾ ഇത് ഒരുപാട് ഡിസീസ് കോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇത് ബാക്കിയുള്ള വൈറ്റമിൻ, മിനറൽസ് ഒക്കെ ഡെഫിഷ്യന്റ് ആക്കുകയും പ്രോട്ടീന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുന്നത് കൊണ്ട് കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് നമുക്ക് കീറ്റോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി ഫോം ഓഫ് ഡയറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാവുന്നതല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കി നോക്കാം. ആൻഡ് അതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. സോ ഇന്റർമിറ്റന്റ്, ലൈക്ക് ഞാൻ ആസ് ഐ മെൻഷൻ ഏർലിയർ, ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതും അറിയാവുന്ന പ്രാക്ടീസസും ആയിരിക്കും. പേര് മാത്രമായിരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാവുക. സോ നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. ഇന്റർമിറ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചിട്ടല്ല, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാലയളവ്, സമയം അനുസരിച്ചിട്ടുള്ള ഫാസ്റ്റിങ്ങിനെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് മീൽ കഴിച്ചത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് മീൽ കഴിച്ചത് 12 മണിക്കാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് രാത്രി 8 മണിക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് യുവർ ലാസ്റ്റ് മീൽ. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും ഭക്ഷണം തമ്മിൽ, കഴിച്ച ഭക്ഷണ സമയങ്ങൾ തമ്മിൽ 8 മണിക്കൂർ വ്യത്യാസവും, ആൻഡ് അവസാനത്തെ ഭക്ഷണം 8 മണിക്ക് കഴിച്ച് ഇനി നിങ്ങൾ കഴിക്കുന്നത് പിറ്റേ ദിവസം 12 മണിക്കാണ്. അപ്പോൾ 16 മണിക്കൂറിന്റെ ഫാസ്റ്റിംഗുമാണ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒരു 16:8 ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. സോ സമയം അനുസരിച്ചിട്ടാണ് ഈ ഒരു ഫാസ്റ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പാറ്റേൺ എല്ലാ ദിവസവും നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ഫോളോ ചെയ്യും വേണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എനർജി പിന്നീട് കിട്ടുന്നത്. അല്ലാതെ ബാക്കിയുള്ള ഡയറ്റ് പോലെ ഓരോ 5 മിനിറ്റ്സിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റമക്ക് ഫിൽ ചെയ്യുകയും എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നില്ല. ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള, റിസർവ്ഡ് ആയിട്ടുള്ള ഫാറ്റ് എന്നുള്ള എനർജിയാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയും നെഗറ്റീവ് ഇമ്പാക്ട് സെയിം തന്നെയാണ്. നിങ്ങൾ വളരെ കുറച്ചു നേരം ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്ക് വളരെയധികം പോസിബിൾ ആണ്. പിന്നെ എസ്പെഷ്യലി പ്രഗ്നൻസി സമയത്തൊക്കെ ഇത് ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം ഇത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഡയറ്റിനെക്കാട്ടും ലോ എനർജി ആയിരിക്കും നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മൾ ഒരു ദിവസം തന്നെ 2 നേരമല്ലേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനർജി വളരെ കുറവായതുകൊണ്ട് പ്രഗ്നൻസി സമയത്ത് അത് നമ്മുടെ ബോഡീനെ വീക്ക് ആക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ ഇതും ഇതേപോലെ തന്നെ അക്കോർഡിംഗ് ടു യുവർ ബോഡി ഹെൽത്തും കണ്ടീഷൻസും ഒക്കെ നോക്കി മാത്രമേ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുകയുള്ളൂ. ഇതേപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ ബട്ടർ കോഫി ഡയറ്റ് പ്ലാൻ നല്ലതാണോ? എന്റെ തന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ഒരു മീലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ ബട്ടർ കോഫി നല്ലൊരു ഓപ്ഷൻ ആകാം. കാരണം ഈ ബട്ടർ കോഫി നമ്മൾ എപ്പോഴും ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ആൻഡ് ഈ ബട്ടർ കോഫി കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ആവുന്ന ഫാറ്റ് ബേൺ ചെയ്തിട്ടുള്ള ആ ഒരു എനർജിയാണ് നിങ്ങൾ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് കാലറി വളരെയധികം ഹൈ ആണ്. 200 to 400 കാലറീസ് ഒരു കപ്പ് ഓഫ് ബട്ടർ കോഫിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരിക്കലും ഒരു എക്സ്ട്രാ ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഡയറ്റിന്റെ ഒപ്പം തന്നെ ഒരു ഫുഡിന് റീപ്ലേസ്മെന്റ് ആയിട്ട് വേണം ഈ ബട്ടർ കോഫി നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനിയും ഇങ്ങനെ ഒരുപാട് ഡയറ്റ് ഉണ്ട്, വീഗൻ ഡയറ്റ്, അങ്ങനെ ഒരുപാട് ഡയറ്റ്സ് ഉണ്ട്. ബട്ട് ഇനി നമ്മൾ അതൊക്കെ നോക്കുന്നതിന് മുൻപ് നമുക്ക് ചെറുപ്പം മുതൽക്കേ നമ്മൾ പഠിച്ച് ഫോളോ ആക്കണം എന്ന് പറയാറുള്ള ബാലൻസ് ഡയറ്റിനെ കുറിച്ച് ഇനി നോക്കി നോക്കാം. ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരെ ഈ ഒരു ഫുഡ് പിരമിഡ് ആണ് അല്ലെ. പക്ഷെ എത്ര പേരാണ് ഇത് ഫോളോ ചെയ്യാറുള്ളത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. സോ അക്കോർഡിംഗ് ടു എ ബാലൻസ് ഡയറ്റ് ഇതായിരിക്കണം നമ്മുടെ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ഹാഫ് ഓഫ് ദ പ്ലേറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സിനുള്ള സ്പേസ് ആണ്. കാരണം അത് വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ റിച്ച് ആണ്. ഈ ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ചെറുപ്പം മുതൽക്കേ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും.
ഒന്നാമത്തത് അത് നമ്മുടെ ഈ സ്റ്റമക്ക് ആൻഡ് മോഷൻ ഒക്കെ ക്ലിയർ ചെയ്യുന്നു. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈബർ ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റമക്ക് ഫുൾ ആയ പോലെ തോന്നും. അപ്പൊ വളരെ കുറച്ച് കാലറി ഇൻടേക്ക് ഉണ്ടാവുകയുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പ് മാറിയതുപോലെയും തോന്നും. അപ്പൊ ഇങ്ങനെ അത് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് നിങ്ങളുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ലൈക്ക് അവോയ്ഡ് ചെയ്യുന്നു ആൻഡ് നിങ്ങളുടെ ബോഡിനെ ഹെൽത്തി ആക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ ഹാഫ് ദ പ്ലേറ്റ് വെജീസും ഫ്രൂട്ട്സും കഴിഞ്ഞാൽ പിന്നെ 1/4 ഓഫ് ഇറ്റ് ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത്. ഈ ബോയിൽഡ് എഗ്, ഫിഷ്, മീറ്റ് ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ വളരെയധികം ഹെൽത്തി ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കാവുന്നതാണ്. അതായത് ഫാറ്റി ഫിഷ്, സീഡ്സ്, നട്ട്സ്, അവക്കാഡോ ഇതൊക്കെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായേക്കാം, ഫാറ്റ് അവോയ്ഡ് ചെയ്യാനാണല്ലോ എല്ലാവരും പറയാറുള്ളത്, സോ പിന്നെ എന്തിനാണ് ഫാറ്റ് കഴിക്കാൻ പറയുന്നത് എന്ന്. രണ്ടു തരം ഫാറ്റ് ഉണ്ട്, ട്രാൻസ് ഫാറ്റും ഉണ്ട്, ഹെൽത്തി ഫാറ്റും ഉണ്ട്. ഈ സീഡ്സ് ഓയിൽസിലൊക്കെ ഉള്ളത് ഹെൽത്തി ഫാറ്റ് ആണ്. ഈ ജങ്ക് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെ, അതായത് ഈ ബർഗർ, പിസ്സാസ്, പിന്നെ നമ്മൾ ഈ പ്രോസസ്ഡ് ആയിട്ട് ഈ പാക്കറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറില്ലേ, അതിനകത്തൊക്കെ ഉള്ളത് ട്രാൻസ് ഫാറ്റ് ആണ്. അതായത് അവരുടെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഫാറ്റ് ആണത്. അത് നമ്മൾക്ക് അമിതമായിട്ടുള്ള ഭാരം കോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ PCOD പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ അത് സൃഷ്ടിക്കുന്നതാണ്. ഈ PCOD കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അത് കാണാത്തവർ വേഗം പോയിട്ട് കാണുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ ഡയറ്റ്. അപ്പൊ ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ കഴിക്കാറുള്ള ഭക്ഷണങ്ങളുടെ അളവിൽ ചെറിയൊരു മാറ്റം വരുത്തുക, അത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗ്ലാസ് ഓഫ് വാട്ടർ, പ്രോപ്പർ എക്സസൈസ് ആൻഡ് പ്രോപ്പർ സ്ലീപ്പ്. സ്ലീപ്പ്, വാട്ടർ, എക്സസൈസ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ ഗോൾഡൻ റൂൾസ് ആയിരിക്കണം. ഇതൊന്നും പ്രോപ്പർ ആയില്ലെങ്കിൽ നിങ്ങൾ എത്ര ഡയറ്റ് ചെയ്താലും നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതൊക്കെ തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നിങ്ങൾ ആലോചിച്ചേക്കാം. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് എവറിത്തിങ് ഇസ് ഇന്റർ കണക്റ്റഡ്. ആൻഡ് ഇതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ എന്റെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.